വെൽക്കം ടു ഗ്രോ സ്ട്രീറ്റ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ സീജയുടെ ഗ്യാങ് ഗ്രോ സ്ട്രീറ്റ് ഫാമിലി ഇവിടെ ഉണ്ട്. അവരെ തന്നെ പബ്ബിലോട്ട് പോകാനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ്. നേരെ ബുള്ളറ്റൊക്കെ എടുത്ത് പോവുകയാണ് തൊട്ടടുത്തുള്ള പബ്ബിലോട്ട്. അങ്ങനെ 10 ഗ്രീൻ ബോട്ടിൽസ് നമ്മുടെ ഗ്യാങ് ഫുള്ളുണ്ട് ഇവിടെ. അടിച്ച് കയറി വാ മക്കളെ. അങ്ങനെ കയറി 2 ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ അവന്മാർ അവിടെ കിടന്ന് ഡാൻസ് കളി. വൻ ഡാൻസ്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഈ ബെല്ലാസ് ഗ്യാങ് ഉണ്ട്. അവന്മാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ലത്. അങ്ങനെ അവന്മാർ തമ്മിൽ തല്ലായി. രണ്ടാന്മാരും തമ്മിൽ തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. കൂട്ടുക്ക് അവനുണ്ടൊക്കെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തവൻ തീർന്നു, രണ്ടാമത്തവനോട്ടും കൊടുത്തു. എൻ്റെ കൈ ബാറ്റ് ഉണ്ടായിട്ട് പോലും അവനിട്ടാ കിട്ടുന്നത്. കാട്ടാന കസേര കൊമ്പൻ കുഴിയിൽ വീണ് ചരിഞ്ഞ നിലയിൽ. അങ്ങനെ അടികിട്ടി ദേഷ്യത്തിൽ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് നേരെ അവന്മാരുടെ ഗ്യാങ് ഹൗസിലോട്ട്. ഇന്ന് മിക്കവാറും എന്തെങ്കിലും നടക്കും. ഇന്നൊരടി കാണാം നമുക്ക്. ഇന്ന് വലിയൊരു വഴക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവൻ്റെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നേരെ റിവഞ്ച് എടുക്കാൻ വേണ്ടി ബൈക്കൊക്കെ എടുത്തുകൊണ്ട് നേരെ ഗ്രോ സ്ട്രീറ്റ് ഫാമിലിയുടെ ഏരിയയിലോട്ട്. ഇന്ന് മിക്കവാറും ആ സ്ഥലം ഇവന്മാർ കീഴ്പ്പെടുത്തും. അതാണ് ഇവന്മാരുടെ ലക്ഷ്യം. പക്ഷെ അവിടെ ഫുള്ള് സീജയുടെ ഗ്യാങ് കവേർഡാണ്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോണേന്ന്. അങ്ങനെ ഫ്രണ്ടിലുള്ളവന്മാരായിട്ട് ബെല്ലാസ് ഗ്യാങ് മല്ലുപിടുത്തം വെടിപിടുത്തമായി. ആദ്യത്തവനെ തട്ടി. ഇപ്പോൾ രണ്ടാമത്തവനും കിട്ടും. അങ്ങനെ നമ്മുടെ സ്നേഹിതന്മാർ ഗേറ്റൊക്കെ പൊട്ടിച്ചുകൊണ്ട് നേരെ ചാടി കയറി വന്ന് അവിടെ നിന്ന് രണ്ടാമന്മാരെയും വെടിവെച്ച് തീർത്ത് കാറിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അവരെന്നിട്ടും കൊടുത്തു, മാറ്റം കൊണ്ടും കിട്ടി. നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവന്മാർക്ക്. ഈ വീടിൻ്റെ മണ്ടയ്ക്കൊക്കെ നിൽക്കുന്നു. അങ്ങനെ അവിടെയുള്ളവന്മാരെയൊക്കെ തീർത്തപ്പോഴാണ് വെടിയുടെയും പുകയുടെയൊക്കെ ശബ്ദം കേട്ട് കുറച്ചവന്മാർ പുറകിൽ നിന്ന് ഓടി വരുന്നത്. ആരുടെ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ അവന്മാരെ തീർക്കാനായിട്ട് നമ്മൾ ഓടിച്ചെന്ന് അവന്മാരുടെ ഫ്രണ്ടിലോട്ട്. അവന്മാർക്കിട്ട് അറഞ്ചം പുറഞ്ഞും നമ്മൾ വെടിവെച്ച് കാണിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രോ സ്ട്രീറ്റ് നമ്മുടെ കൈവെള്ളയിൽ നമ്മളെടുത്തു. ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ ബാക്കി പിള്ളേരൊക്കെ ചാടി ഓടി വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഇവിടെ ഡാൻസും കൂത്തും മേളയൊക്കെയായി. ഡാൻസ് കളി പെണ്ണുങ്ങളൊക്കെ അവിടെ കിടന്നു. അങ്ങനെ വിവരം നമ്മുടെ CJ അറിഞ്ഞു. അങ്ങനെ അവരിപ്പോൾ ഉള്ളതൊരു പാലസിലാണ്. അങ്ങനെ വിവരം അറിഞ്ഞ അമ്മമാർ നേരെ ഇവിടുന്ന് ബൈക്കൊക്കെ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ സ്ട്രീറ്റിലോട്ട് തിരിച്ചു. കൂടെ സ്മോക്കും റൈഡറും ഉണ്ട്. അങ്ങനെ CJ ഇവിടെ ഗ്രോ സ്ട്രീറ്റിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മണ്ടയിലേക്ക് വലിച്ചു കയറുകയാണ്. ഇവിടെ ഫുൾ അവന്മാർ വളഞ്ഞേക്കുകയാണ്. ഫുൾ അവരുടെ ഗാർഡ്സ്. ഒരുത്തിനെ നമ്മൾ തട്ടി. നമ്മൾ റൂഫ് ടോപ്പിൻ്റെ മണ്ടയ്ക്കാണ്. നമ്മളത് അടുത്ത റൂഫ് ടോപ്പിൻ്റെ മണ്ടയിലേക്ക് വലിഞ്ഞ് കയറുകയാണ്. ഗ്രോ സ്ട്രീറ്റ് ഫാമിലി ആരാന്ന് കാണിച്ച് കൊടുക്കാന്മാർക്ക് CJ. ഇന്ന് CJ എല്ലാത്തിനും വെട്ടിവെച്ച് തീർത്ത് ഇവിടെ ഉള്ളവന്മാരായിട്ട്. അങ്ങനെ CJനെ അവന്മാർ സ്പോട്ട് ചെയ്തു. നമ്മുടെ കാലൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അവന്മാർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു റൂഫിൽ നിന്ന് അടുത്ത റൂഫിലോട്ട് ചാടി CJ ഓടിപ്പോവുകയാണ്. മൈസായിട്ട് അവന് വെടിയൊക്കെ കിട്ടുന്നുണ്ട്. അവനൊന്നും മൈൻഡ് ആക്കുന്നില്ല. ഒരു ചെറിയൊരു അസാസിൻസ് ക്രീഡ് സെറ്റപ്പാണ് CJ. വെടിവെച്ച് തീർത്ത് CJ എല്ലാത്തിനെയും. അങ്ങനെ അവന്മാരെയൊക്കെ വെടിവെച്ച് കൊന്ന് CJ മുന്നേറുകയാണ്. മുന്നേറി അവിടെയുള്ള എല്ലാവന്മാരെയും തീർത്തു. അങ്ങനെ വന്നടാ മക്കളെ നമ്മളെ സഹായിക്കാൻ രണ്ടാന്മാരെ.
റൈഡർ സ്മോക്കും കൂടി അതീവമായ ബൈക്ക് സ്കില്ലിലൂടെയൊക്കെ ഉള്ള എൻട്രിയിലാണ് വന്ന് കയറിയത് സ്ട്രീറ്റിലോട്ട്. ഇന്ന് സ്ട്രീറ്റിൽ നിന്ന് നമ്മളെ ഗ്രോ സ്ട്രീറ്റ് ഫാമിലി ആരാന്ന് കാണിച്ചു കൊടുക്കടാ. നമ്മുടെ സ്ട്രീറ്റ് കീറി തൊടുന്നോടാ, നമ്മുടെ പിള്ളേരെ തൊടുന്നോടാ, എല്ലാത്തിനും തീർത്തിട്ടുണ്ട്. അങ്ങനെ അപ്പുറത്തും ബെല്ലാസ് ഗാങ്ങിൻ്റെ 2 കൊച്ചു കീടങ്ങൾ നിൽപ്പുണ്ട്. അമ്മമാർക്കുള്ള പട്ടയും ചായ ഇവിടെ കൊടുത്തേക്കാം.